ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ഷഹരിദാസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ടെമ്പിൾ വ്ളോഗാണ്. കുറേ കാലമായി ഞാൻ അമ്മയോട് പറയുന്നത് എനിക്ക് ഈ ഒരു അമ്പലത്തിൽ പോകണം എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം അമ്മ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഭാബിയും അമ്മയും കൂടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി മീൻകുളം അമ്പലം അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കൃഷ്ണൻ്റെ അമ്പലമാണ്, ഓലയമ്പാടിയാണ് ഈ ഒരു അമ്പലം വരുന്നത്. നാട് വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് കോമൻറ്റ് ചെയ്യണേ. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഓഫ്കോഴ്സ് എൻ്റെ 2 പട്ടിക്കുട്ടികളാണ്. അതുവരെ കാണാത്ത ഓരോ സെക്കൻഡും എനിക്ക് മിസ്സിങ് ആണ്. പിന്നെ എൻ്റെ പേരൻസിന് അവർ പിന്നെ മന്ത്ലി അല്ലെങ്കിൽ ഒരു 3-4-5 മാസം കൂടുമ്പം ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര ഒരു കുഴപ്പമില്ല. പിന്നെ ഇതുപോലത്തെ സ്ഥലങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ മിസ് ചെയ്യാൻ പോകുന്നത്. കാരണം ട്രിപ്പ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ നല്ലൊരു നേച്ചറൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ പിന്നെ മിസ് ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ്. തിരിച്ച് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം. അവിടെ നിന്ന് വരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ പോകാറാകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഈ ഒരു അമ്പലത്തിലേക്ക്. പക്ഷേ ഈ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകുന്നത് കൊണ്ട് അത്ര ഒരു ടൈം എടുത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ബസ്സിൽ പോകുന്നവർക്ക് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, കാരണം ഓരോ സ്റ്റോപ്പായിട്ട് നിർത്തി പോകുന്നത് കൊണ്ട് തന്നെ. ആ ഒരു ഓട്ടോ പാസ് ചെയ്ത് പോകുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഭംഗി ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ അമ്പലത്തിലെത്തി. ഇതിൻ്റെ അകത്ത് കയറിയാലും കുറച്ചുകൂടെ പോവാനുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഈ കാണുന്ന ബോർഡിൽ നമ്മൾ ദർശന രീതികളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബോർഡിൽ കാണുന്ന തൊട്ടടുത്തുള്ള കുളത്തിൽ പോയിട്ട് കാല് നനയ്ക്കുക എന്നുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളം, തീർത്ഥക്കുളം. ഈ ഒരു തീർത്ഥക്കുളം വറ്റാറില്ല, അതെപ്പോഴും ഇതുപോലെ ഇരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് സ്വാമി മഠത്തിലേക്ക് പോകേണ്ടത്. അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അങ്ങനെ കാല് നനച്ച് ഫസ്റ്റ് പോകേണ്ടത് ഈ ഒരു കാവിലേക്കാണ്. ഒരു കാട്ടിനുള്ളിലെ അമ്പലം എന്നുള്ള ഫീലാണ് ഇതിനകത്ത് പോയപ്പോൾ എനിക്ക് കിട്ടിയത്. ഈ ഒരു അമ്പലത്തിലേക്കാണ് നമ്മൾ ഫസ്റ്റ് ദർശനം നടത്തേണ്ടത്. ഇങ്ങനെ ചുറ്റും ചെടികളെ പച്ചപ്പൊക്കെ ആയിട്ടാണ് ഈ ഒരു അമ്പലം ഇരിക്കുന്നത്. അപ്പം അമ്മ എന്തോ വഴിപാട് നേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ ഇതിന്റെ ഫ്രണ്ട് സൈഡൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഈ കാണുന്നതാണ് കൃഷ്ണന്റെ അമ്പലം. ഈ അമ്പലമാണ് നമ്മൾ ലാസ്റ്റ് കയറേണ്ടത്. പറഞ്ഞു വരുമ്പോൾ കൃഷ്ണന്റെ അമ്പലം എന്നാണ് പറയുന്നതെങ്കിലും ഈ ഒരു കാവിനകത്ത് നാഗസ്ഥാനമുണ്ട്, ദേവസ്ഥാനമുണ്ട്, അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്ഥാനമുണ്ട്. എന്ത് ഭംഗിയല്ലേ ഈ ഒരു കാവ് കാണാൻ. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ സത്യം പറഞ്ഞ ഒരു കാട്ടിനുള്ളിൽ പോയിട്ട് തൊഴണ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ തൊഴുന്ന സൈഡിലേക്ക് അധികം അങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല, കാരണം എവിടേക്കോ ഞാൻ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ബോർഡുള്ള സ്ഥലത്തൊന്നും ഞാൻ അധികം അങ്ങോട്ട് എടുക്കാൻ പോയിട്ടുണ്ടായില്ല. ഇതാണ് നാഗസ്ഥാനം. നാഗസ്ഥാനത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരുന്നത് ശിവസ്ഥാനമാണ്. അങ്ങനെ ശിവസ്ഥാനം കഴിഞ്ഞ് പിന്നെ തൊഴേണ്ടത് ദേവസ്ഥാനത്താണ്. ഇതാണ് ദേവസ്ഥാനം. ദേവസ്ഥാനത്തിന് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ വലിയൊരു മരമുണ്ട്. നല്ല രസമാണ് ആ ഒരു മരം ഇതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാ ദൈവങ്ങളെയും നന്നായി തൊഴുതു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സ്വാമി മഠത്തിലേക്കാണ്. അവിടുത്തെ കാഴ്ചകൾ കാണാം. തീർത്ഥക്കുളത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നില്ലേ, അതാണ് സ്വാമി മഠത്തിലേക്കുള്ള വഴി. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സ്വാമി മഠമാണ്. വില്വമംഗലം സ്വാമിയാർ എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സ്വാമി ഇവിടെ വന്ന്
താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ഭഗവാന്റെ ദർശനം അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കഥയിൽ പറയുന്നത്. ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. ഈ ഒരു കുളവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വറ്റില്ല. എന്നാലും ഈ ഒരു പാറയുടെ മേളിലൊക്കെ ഇത്രയും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനിക് കാണണമെങ്കിൽ അത് ഭയങ്കര അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. വീഡിയോ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് വന്ന് അത് വിറ്റ്നസ് ചെയ്യുന്ന വേണം. ആ കാണുന്നതാണ് സ്വാമി മഠം. അപ്പോൾ സ്വാമി മഠത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്രയും പശുക്കളുള്ളൊരു അമ്പലം വേറെ ഉണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൃഷ്ണനുമായിട്ട് അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ടാണോ എന്നറിയില്ല ഇത്രയും പശുക്കൾ ഇവിടെ ഉള്ളത്. ഈ ഒരു ഗോശാലേൻ്റെ അകത്ത് ഇവനെ ഒറ്റയ്ക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതിനെ മാത്രം എന്തിനാണ് വേറെ തന്നെ ആക്കിയേക്കുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത് കാളയാണെന്നുള്ളത്. അപ്പോൾ ആള് സെപ്പറേറ്റ് ആയിട്ടാണ് കെട്ടിയിടുന്നത്. ഭയങ്കര ക്ലെൻലിനെസ്സിൻ്റെ ആളാണ് എന്നാണ് എന്നോട് ഇവർ പറഞ്ഞത്. അതുകൊണ്ട് അവർ അപ്പം ക്ലീൻ ചെയ്തിടും, അല്ലെങ്കിൽ ഭയങ്കര സീനാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ മൃഗങ്ങളെ നോക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. കാരണം അതിനോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ നമ്മൾ നേരെ പോയത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ്. അവിടെ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗ്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടാറ്റാ, കീപ് സപ്പോർട്ടിങ്.